Hi, today we are going to study a simple topic. Okay, ഇന്ന് പഠിപ്പിക്കുന്ന എല്ലാ സെക്ഷനുകളും വളരെ ഈസിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കോമൺ സെൻസ് മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ട്, ആ പോയിൻറ്റ്സ് മറക്കാതെ ഉപയോഗിക്കുക. പിന്നെ ആവശ്യമില്ലാതെ വക്രചിന്തകളൊന്നും പാടില്ല. അപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഐഡിയാസ് മാത്രം പ്രയോഗിക്കുക. അതിൻ്റെ ഇടയിൽ അങ്ങനെ വന്നാൽ അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ സിമ്പിൾ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോന്ന് തുടങ്ങാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കുകൾ നല്ല കൂടുതൽ മാർക്ക് കിട്ടുന്ന സെക്ഷനാണ്. 5 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസാണ്. അപ്പോൾ അതിനകത്ത് വലിയൊരു സംഭവങ്ങളൊന്നും എഴുതിയൊന്നും വയ്ക്കണ്ട. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ കുറച്ച് എഫർട്ട് കൂടുതൽ മാർക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. സോ വി ആർ സ്റ്റാർട്ടിങ് ദ ഫസ്റ്റ് സെക്ഷൻ. സോ ദ മൂവ്മെൻറ്റ് ഓഫ് എ മാൻ ഇൻസൈഡ് എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് നമ്മൾ കയറി നിന്നിട്ടുണ്ട്, ലിഫ്റ്റിനകത്തൊക്കെ നമ്മൾ കയറി നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിഫ്റ്റിൻ്റെ അകത്തുള്ള നമ്മുടെ മൂവ്മെൻറ്റിനെ പറ്റി, ലിഫ്റ്റ് സഞ്ചരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു ലിഫ്റ്റിൻ്റെ കാര്യം പറയാം. നോക്കൂ, ഒരു ലിഫ്റ്റിനകത്ത് ഒരാൾ നിൽക്കുന്നതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നോക്കൂ, ഇത് ഒരു ലിഫ്റ്റാണ്, കണ്ടോ? ഒരു ലിഫ്റ്റാണ്. ലിഫ്റ്റിൻ്റെ അകത്ത് ഒരാൾ നിൽക്കുകയാണ്, കണ്ടോ? അവിടെ നിന്നോട്ടെ. ഇപ്പം നമ്മുടെ സജിത്താണ് നിൽക്കുന്നത്, കണ്ടോ? അപ്പോൾ എൻ്റെ സജിത്ത് ഇവിടെ നിൽക്കുകയാണ്, ലിഫ്റ്റിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അവൻ നോക്കൂ, നിക്കറൊക്കെ ഇട്ട് നിൽക്കുകയാണ്, കണ്ടോ? അവിടെ നിൽക്കട്ടെ, കണ്ടല്ലോ? എൻ്റെ പയ്യൻ അവിടെ നിൽക്കുകയാണ്, കണ്ടല്ലോ? അപ്പോൾ എൻ്റെ പയ്യൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ വെയിറ്റ് എത്രയാണ്? അവൻ്റെ വെയിറ്റ് എത്രയാണ്? mg അല്ലേ? mg എന്ന് പറയുന്ന അവൻ്റെ വെയിറ്റ് അവൻ എവിടെ കൊടുക്കും? ലിഫ്റ്റിൻ്റെ ഫ്ലോറിൽ കൊടുക്കും. എങ്ങോട്ടാ? താഴോട്ട്. അപ്പോൾ mg എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അവൻ എവിടെ കൊടുക്കും? ഫ്ലോറിൽ താഴോട്ട് കൊടുക്കും, ആണല്ലോ? ഇനി ഫ്ലോറിൽ നിന്ന് അവൻ്റെ കാലിലേക്ക് തിരിച്ചൊരു ഫോഴ്സ് കിട്ടും. എന്താണ്? നോർമൽ ഫോഴ്സ്. അതെങ്ങോട്ടാ? മേലോട്ട്. അപ്പം മേലോട്ടൊരു ഫോഴ്സ് കിട്ടും, n. ഇങ്ങനെ 2 ഫോഴ്സാണ് ഇവിടെ വരുന്നത്. ഏതൊക്കെയാണ്? അപ്വേർഡായിട്ട് നോർമൽ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, R എന്ന് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം നോർമൽ ഫോഴ്സ് മേലോട്ടും mg താഴോട്ടും. ഇനി ഇവിടെ നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിഫ്റ്റ് റെസ്റ്റിലുള്ളപ്പോൾ ഉള്ള കേസാണ്. അപ്പം നിങ്ങളുടെ ലിഫ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? റെസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്സലേഷൻ എത്ര? 0 ആണ്. ഇനി അതല്ല എങ്കിൽ ലിഫ്റ്റ് മൂവിങ് അപ്പ് ഓർ ഡൗൺ വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡായാലും കുഴപ്പമില്ല. കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ലിഫ്റ്റ് മേലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യുന്ന കേസായാലും കുഴപ്പമില്ല. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മേലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യുമ്പോഴും ആക്സലേഷൻ്റെ ആൻസർ എത്രയാണ്? 0 ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? ആക്സലറേഷൻ 0 ഉള്ള സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? ആക്സലറേഷൻ 0 ഉള്ളപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? പേടിക്കരുത്. ആക്സലറേഷൻ 0 അല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എഫ് എന്ന് പറഞ്ഞാൽ ma അല്ലേടാ? ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആണ്, കേട്ടോ? എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നെറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് എയുടെ വാല്യൂ 0 കൊടുത്താൽ നെറ്റ് ഫോഴ്സിൻ്റെ ആൻസർ എത്ര വരും? നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരില്ലേ? അപ്പോൾ നമ്മളിവിടെ ഓർമ്മിക്കാനുള്ള കേസ് ഇതാണ്. ലിഫ്റ്റ് റെസ്റ്റിലാണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മേലിലോട്ടോ താഴോട്ടോ പോകുന്നു. അപ്പോൾ അവിടെ ആക്സലറേഷൻ എത്ര? 0. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നെറ്റ് ഫോഴ്സ് എത്ര വരണം? 0 വരണം. ഇത് നമ്മുടെ ലോജിക്ക്, നമ്മളെ കോമൺ സെൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യം. ഇനി ഇവിടെ നോക്കണം. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എത്ര ഫോഴ്സ് കാണാൻ പറ്റുന്നുണ്ട്? 2 ഫോഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? n മേലോട്ടും mg താഴോട്ടും. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് കാണാൻ എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ മേലോട്ടുള്ളതും താഴോട്ടുള്ളതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണ്ടേ? അപ്പോൾ ഈ സിറ്റുവേഷനിൽ n ആൻഡ് mg ആർ ഈക്വൽ. n-ഉം mg-യും എന്തോന്നാണ്? ഈക്വൽ ആണ്. എന്നാലല്ലേ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 വരൂ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? n ഈക്വൽ ടു mg എന്നാണ്. ഇനി ഞാനൊരു കാര്യം പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഞാനിവിടെ തറയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വെറും ഫ്ലോറിൽ, നമ്മൾ ലിഫ്റ്റിലൊന്നുമല്ല, ഗ്രൗണ്ടിൽ. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഞാൻ തറയിലോട്ട് എൻ്റെ വെയിറ്റ് കൊടുക്കും. എത്രയാണ് വെയിറ്റ് കൊടുക്കുന്നത്? mg ആണ്. തറയിൽ നിന്ന് അതിന് ഈക്വലായിട്ടുള്ള നോർമൽ ഫോഴ്സ് എൻ്റെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട്. ശരിയാണല്ലോ? അത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ mg താഴോട്ട് കൊടുക്കുമ്പോൾ അതിന് ഈക്വലായിട്ടുള്ള ഒരു നോർമൽ ഫോഴ്സ് മേലോട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ
നമുക്ക് ഈ പനിയൊക്കെ പിടിച്ച് നമ്മൾ ഒരാഴ്ച കിടപ്പിലായി പോയി എന്ന് വയ്ക്കുക. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്തറാലിറ്റി ഫീൽ ചെയ്യും, ഒരു വിരിവിരാലിറ്റി ഫീൽ ചെയ്യും, എന്താണ് ഒരു വല്ലായിക ഫീൽ ചെയ്യും, എന്താണ് നമുക്ക് നടക്കുമ്പോൾ ഒരു സ്റ്റേബിൾ അല്ല എന്നൊക്കെ നമുക്ക് തോന്നും. അതെന്താണ് അങ്ങനെ കാരണം? നമ്മൾ ഇത്രയും ദിവസം നമുക്ക് പനി പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തായിരുന്നു, നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തറയിലോട്ട് ആ വെയിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഈക്വലായിട്ടുള്ള നോർമൽ ഫോഴ്സ് തറ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി പനി പിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് കുറഞ്ഞു, അപ്പോൾ mg കുറഞ്ഞു. അപ്പോൾ ആ കുറഞ്ഞ mgക്ക് ഈക്വലായിട്ടുള്ള നോർമൽ ഫോഴ്സ് അല്ലേ തറ ഇപ്പം തരൂ. അപ്പോൾ അതാണ് നമുക്കൊരു സുഖം തോന്നാത്തത്. അതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമുക്ക് നമ്മുടെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് അതാണ്, കാര്യം അതാണ്. എന്താണ്, നമ്മൾ mg കൊടുക്കുമ്പോൾ ആ mgക്ക് ഈക്വലായിട്ടുള്ള നോർമൽ ഫോഴ്സ് ആയിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നത്, ശരിയല്ലേ? അപ്പോൾ പനി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് mg കുറയും, തിരിച്ചു കിട്ടുന്ന നോർമൽ ഫോഴ്സും കുറയും. അപ്പോൾ നമുക്ക് നമ്മുടെ കിട്ടുന്ന നോർമൽ ഫോഴ്സ് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എത്രമാത്രം നോർമൽ ഫോഴ്സ് സെൻസ് ചെയ്യുന്നുണ്ട്? mg സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പനി പിടിച്ച് കഴിയുമ്പോഴോ mgയുടെ വാല്യൂ കുറയും, അപ്പോൾ കിട്ടുന്ന നോർമൽ ഫോഴ്സും കുറഞ്ഞതായിരിക്കും, ശരിയാണല്ലോ? അപ്പം നമുക്ക് നമ്മുടെ വെയിറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ? ഉണ്ട്. ഓക്കെ, അപ്പോൾ പനി പിടിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. എന്താണ്, നമ്മൾ mg കുറഞ്ഞതുകൊണ്ടാണ് തിരിച്ച് കിട്ടിയ നോർമൽ ഫോഴ്സും കുറഞ്ഞത്. അതാണ് നമുക്കൊരു എന്തോ പോലെ ഫീൽ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി, ശരിയാണല്ലോ? അപ്പോൾ ഇനി നമ്മുടെ ലിഫ്റ്റിലേക്ക് വരാം. നോക്കൂ, ലിഫ്റ്റ് റെസ്റ്റിലാണ്, അല്ലെങ്കിൽ മൂവിങ് അപ്പ് ഓർ ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡാണ് ഞാൻ പരിഗണിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ ആക്സലേഷൻ 0, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മേലോട്ടോ താഴോട്ടോ പോവുകയാണെങ്കിലും ആക്സലേഷൻ 0. ആക്സലേഷൻ 0 എന്ന് നമ്മൾ എഴുതി. ഇനി ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ma എന്നാണ്. ഇതിനകത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ma. ഇവിടെ എയുടെ വാല്യൂ 0 കൊടുത്താൽ നെറ്റ് ഫോഴ്സിൻ്റെ ആൻസർ എത്ര വരും? 0. അതായത് ഈ സിറ്റുവേഷനിൽ ടോട്ടൽ ഫോഴ്സിൻ്റെ വാല്യൂ എത്ര വരണം? 0 വരണം. നമ്മുടെ പയ്യൻ ഇവിടെ നിൽക്കുകയാണ്, നമ്മുടെ സജിത്ത് ഇവിടെ നിൽക്കുകയാണ്, അവൻ്റെ വെയിറ്റ് താഴോട്ടാണ് mg. ഇനി തറയിൽ നിന്ന് മേലോട്ട് കിട്ടിയത് നോർമൽ ഫോഴ്സ് ആണ്. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 വരണമെങ്കിൽ മേലോട്ടും താഴോട്ടും ഉള്ളത് ഈക്വൽ ആയിരിക്കണം. അപ്പം നമ്മൾ എന്തെഴുതി? n ഈക്വൽ ടു mg എന്നെഴുതി. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. n ഈക്വൽ ടു mg എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ സെൻസ് ചെയ്യുന്നത് അവൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി ഹി ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. എന്താണ്? ഹി ഫീൽസ് ഹിസ് ഓൺ വെയിറ്റ്. അയാളുടെ ഓൺ വെയിറ്റ് ആയിരിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ കയറി നിൽക്കുന്ന സമയത്ത് ലിഫ്റ്റ് റെസ്റ്റിലോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മേലോട്ടോ താഴോട്ടോ പോവുകയാണെങ്കിൽ ഓർത്തോണം, യു ഫീൽ യുവർ ഓൺ വെയിറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വെയിറ്റ് ആയിരിക്കും അവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് കേസ്? വെൻ ദ ലിഫ്റ്റ് ഈസ് അറ്റ് എ റെസ്റ്റ് ഓർ മൂവിങ് അപ്പ് ഓർ ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്, ആക്സലറേഷൻ ഈസ് 0. വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഫോഴ്സ്? F is equal to ma. What is F there? It is net force. So net force is equal to ma. What is the answer of A here? 0. So on putting, you can get the answer of net force as 0. So net force in this situation is 0. See, you consider a person here standing here inside a lift. What is the weight? mg downwards. Normal force will be acting upwards. Here net force will be 0. So upward and downward forces balance each other. So we write n equal to mg. So what is the meaning of this statement? N equal to mg means the person feels his own weight. So when the lift is at a rest or moving up or down with a constant velocity, the person feels his own weight. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. ഒരു പ്രയാസം തോന്നില്ലല്ലോ? അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടാണ്. ആ എസ്സേയുടെ സെക്കൻഡ് പാർട്ടാണ്. അതിനകത്ത് നമ്മൾ പറയുന്നത് സി ലിഫ്റ്റ് മൂവിങ് അപ്പ്. ലിഫ്റ്റ് എങ്ങോട്ട് പോകുന്നു? മൂവിങ് അപ്പ് വിത്ത് ആക്സലറേഷൻ. വിത്ത് ആക്സലറേഷൻ എ. ആക്സലറേഷനിൽ നിങ്ങളുടെ ലിഫ്റ്റ് മേലോട്ട് പോയാൽ എന്ത് സംഭവിക്കും? അപ്പം ലിഫ്റ്റിന് ഒരു നെറ്റ് ആക്സലേഷൻ എങ്ങോട്ട് കിട്ടി? മേലോട്ട് കിട്ടി. ഓക്കെ, നെറ്റ് ആക്സലേഷൻ മേലോട്ട് കിട്ടി. അതല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്. നെറ്റ് ആക്സലേഷൻ മേലോട്ട് കിട്ടി. അപ്പം നെറ്റ് ഫോഴ്സ് മേലോട്ടാണ്. അപ്പം ടോട്ടൽ നെറ്റ് എഫക്റ്റ് എങ്ങോട്ടാണ്? മേലോട്ടാണ്. അപ്പം നെറ്റ് ഫോഴ്സ് മേലോട്ടാണ്. ഇനി എൻ്റെ പയ്യനെ നോക്കൂ. ഈ പയ്യൻ്റെ കേസിൽ എത്ര ഫോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? 2 ഫോഴ്സുകൾ. ഏതൊക്കെയാണ്? mgയും n-ഉം. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് മേലോട്ടാണ് എന്ന് ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. നെറ്റ് ഫോഴ്സ് മേലോട്ടാണെങ്കിൽ ഇതിനകത്ത് ഏതായിരിക്കും വലുത്? ഇപ്പോൾ
n വലുതായിരിക്കണം അല്ലേ? n വലുതും mg ചെറുതുമായിരിക്കും. അപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് n മൈനസ് എം ജി ആയിരിക്കും. അതെന്താ ഞാൻ എം ജി മൈനസ് n എന്ന് എഴുതാത്തത്? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ലിഫ്റ്റ് മൂവിങ് അപ്പാണ് വിത്ത് ആക്സലേഷൻ എ ആണ്. അപ്പോൾ നിങ്ങളുടെ ലിഫ്റ്റിനുണ്ടാകുന്ന ആക്സലേഷൻ മേലോട്ടാണ്. അപ്പം നെറ്റ് ഫോഴ്സ് മേലോട്ടാണ്. നെറ്റ് ഫോഴ്സ് മേലോട്ടാവണമെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് ഗ്രേറ്ററും ഡൗൺവേർഡ് ഫോഴ്സ് സ്മോളും ആയിരിക്കണം. അപ്പോൾ n വലുതും എം ജി ചെറുതുമാണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് കാണാൻ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യും. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എ അല്ലേ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. അപ്പോൾ ഫോഴ്സിന് പകരം ഞാൻ എം എ എന്ന് എഴുതി. അപ്പോൾ എം എ ഈക്വൽ ടു എൻ മൈനസ് എം ജി എന്ന് ഞാൻ എഴുതി. ഇതിനകത്തുനിന്ന് എൻ മാത്രം ഇവിടെ വയ്ക്കുന്നു. പറയൂ, എൻ ഈസ് ഈക്വൽ ടു പറ എം എ പ്ലസ് എം ജി എന്ന് വന്നില്ലേ? അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എം എ പ്ലസ് എം ജി, അല്ലെങ്കിൽ എൻ ഈക്വൽ ടു എം ജി പ്ലസ് എം എ എന്ന് എഴുതുന്നതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ എൻ ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് എഴുതുന്നതിനകത്തും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നോ? എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഫീൽ ചെയ്യുന്നത് ലിഫ്റ്റ് മേലോട്ട് ഒരു ആക്സലറേഷനിൽ പോകുമ്പോൾ അയാൾക്ക് തോന്നുന്നു എന്തോന്ന്? എം ജി പ്ലസ് എം എ. അയാൾക്ക് വെയിറ്റ് കൂടിയ എഫക്റ്റ് തോന്നുന്നു. അയാൾക്ക് നേരത്തെ തോന്നിക്കൊണ്ടിരുന്ന എം ജി ആണ്, ഇപ്പം അതിൻ്റെ കൂടെ എം എ അഡീഷണൽ ആയിട്ട് ഫീൽ ചെയ്യും എന്നാണ് ഈ സെൻറ്റൻസ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്? പറയൂ. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റുന്നുണ്ട്. അതിനെ നമ്മൾ സെന്റൻസിൽ പറഞ്ഞതാണ്. എന്താണ്? ഇവിടെ നിങ്ങളുടെ ലിഫ്റ്റ് മേലോട്ടാണ് പോകുന്നത്. ആ ലിഫ്റ്റിന് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ആളിന് ഫീൽ ചെയ്യുന്നു അയാളുടെ വെയിറ്റ് പ്ലസ് അഡീഷണൽ ആയിട്ട് എം എ. സോ ദ പേഴ്സൺ ഫീൽസ് ഇൻക്രീസ് ഓഫ് വെയിറ്റ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇൻക്രീസ് ഓഫ് വെയിറ്റ് ഫീൽ ചെയ്യും. അയാൾക്ക് വെയിറ്റ് കൂടിയതായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ വെയിറ്റ് കൂടിയതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് സെക്കൻഡ് സിറ്റുവേഷൻ. സോ വാട്ട് ഈസ് ദ കേസ്? യുവർ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ്. യുവർ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സലേഷൻ. So acceleration is upwards. So net force should be upwards. How many forces are here? 2. So what should be greater? N should be greater. Then only net force will be upwards. So net force is equal to upward minus downward. So n minus mg. F എന്ന് പറഞ്ഞാൽ എന്താണ്? m a ആണ്. അപ്പോൾ m a equal to n minus mg. From this you calculate n. n equal to mg plus m a. So what is n? നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നു equal to mg plus m a additionally. അപ്പോൾ the person feels increase of weight. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുമ്പോൾ n ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് എഴുതും. വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ഇനി ഞാൻ അടുത്തതിൻ്റെ തേർഡ് സെക്ഷൻ ഞാൻ പറയാൻ പോവാണ്. ശ്രദ്ധിച്ച് പറയണം. നോക്കൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ സെയിം ലിഫ്റ്റ് മൂവിങ് ഡൗൺ ആണ് കേട്ടോ. മൂവിങ് ഡൗൺ വിത്ത് ആക്സലറേഷൻ എ. വിത്ത് ആക്സലറേഷൻ എ. ആക്സലറേഷനിൽ ലിഫ്റ്റ് താഴോട്ട് വരുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു പ്രയാസമില്ല. അപ്പം ലിഫ്റ്റ് താഴോട്ട് വരുന്നു അല്ലേ? ലിഫ്റ്റിന്റെ ആക്സലേഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സലേഷൻ. അപ്പം ഡൗൺവേർഡ് ആക്സലേഷൻ ആണ് നിങ്ങളുടെ ലിഫ്റ്റിന്. അപ്പം ഡൗൺവേർഡ് അല്ലേ നെറ്റ് ഫോഴ്സ്? അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടാണ്? ഡൗൺവേർഡ് ആണ്. എന്താ ഡൗൺവേർഡ് ആയത്? മൂവിങ് ഡൗൺ ആണ് വിത്ത് ആക്സലേഷൻ. സോ ആക്സലേഷനിൽ ഡൗൺവേർഡ് ആണ് നിങ്ങളുടെ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ആക്സലേഷൻ ഡൗൺവേർഡ്സ് ആണ്. അപ്പം നെറ്റ് ഫോഴ്സ് ഡൗൺവേർഡ്സ് ആയിരിക്കും. നിങ്ങൾ പറയൂ, ഇവിടെ എത്ര ഫോഴ്സുകൾ നിങ്ങൾ കാണുന്നുണ്ട്? 2 ഫോഴ്സുകൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? എന്നും എം ജിയും. ഇതിനകത്ത് നെറ്റ് ഫോഴ്സ് താഴോട്ടാകണമെങ്കിൽ ഇതിലേത് വലുതായിരിക്കണം? എം ജി വലുതും എൻ ചെറുതുമായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണും? നിങ്ങൾ തന്നെ പറ. എഫ് നെറ്റ് ഫോഴ്സ് കാണാൻ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. അപ്പോൾ എന്താണ്? എം ജി മൈനസ് എൻ എന്ന് എഴുതും. ബുദ്ധിമുട്ടുണ്ടായോ? ഇനി അടുത്തെന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേ? അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ. അപ്പോൾ എം നെറ്റിന് പകരം എം എ എന്ന് എഴുതി. ഈക്വൽ ടു എം ജി മൈനസ് എൻ എന്ന് എഴുതി. ഈ മൈനസ് എൻ എടുത്ത് പുറത്ത് പോയി. അപ്പോൾ എൻ ഈക്വൽ ടു എം ജി മൈനസ് എം എ എന്ന് എഴുതി. കണ്ടോ? അപ്പോൾ എൻ ഈക്വൽ ടു പറയൂ, എം കോമൺ എടുത്താൽ ജി മൈനസ് എ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടും. എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതിനകത്തേക്കുന്ന ആളിന് ഫീൽ ചെയ്യുന്നു ഈക്വൽ ടു എം ജി മൈനസ് എം എ. നേരത്തെ അയാൾക്ക് ഫീൽ ചെയ്തിരുന്നത് എം ജി ആയിരുന്നു. ഇപ്പൊ ഫീൽ ചെയ്യുന്നത് എന്താണ്? എം ജി മൈനസ് എം എ. അതായത് അയാൾക്ക് വെയിറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. സോ ഡിക്രീസ് ഓഫ് വെയിറ്റ് ഫീൽ ചെയ്യും. എന്ത് ഫീൽ ചെയ്യും? ദ പേഴ്സൺ ഫീൽസ് ഡിക്രീസ് ഓഫ് വെയിറ്റ്. വെയിറ്റ് കുറഞ്ഞതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. അടിപൊളിയല്ലേ? അപ്പം ലിഫ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? താഴേക്ക്.
അപ്പോൾ വിത്ത് ആൻ ആക്സലേഷൻ എ, അപ്പോൾ നെറ്റ് ആക്സലേഷൻ ഈസ് ഡൗൺവേർഡ്സ്, സോ നെറ്റ് ഫോഴ്സ് ഈസ് ഡൗൺവേർഡ്സ്. ശരിയല്ലേ? സോ ഹിയർ വി ഹാവ് ടു ഫോഴ്സസ് എൻ ആൻഡ് എം ജി. സോ ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ. So mg is greater than n. So net force should be downwards. So net force is equal to bigger one minus smaller one. So mg minus n. Then instead of f you write ma. So ma equal to mg minus n. Then from this you calculate n. What is n? mg minus ma. Then m can be taken common. So if n is equal to m into g minus a. See what is the original in the first case? The person was feeling mg. Now feeling mg minus ma means the person feels a decrease of weight. The person feels decrease of weight. അയാൾക്ക് തോന്നും his weight has decreased by an amount ma. ma കുറഞ്ഞതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? ഇനി അടുത്ത ഒരു കേസ് ഇവിടെ ഉണ്ട്. നമ്മുടെ പേഴ്സൺ, നമ്മുടെ സജിത്ത് ലിഫ്റ്റിൽ നിൽക്കുകയല്ലേ, അവൻ്റെ സമയം തെളിഞ്ഞു, ലിഫ്റ്റിൻ്റെ റോപ്പ് ബ്രേക്സ്. എന്ത് ചെയ്യുന്നു? റോപ്പ് ബ്രേക്ക് ചെയ്യുന്നു. കണ്ടോ? അവൻ്റെ ലിഫ്റ്റിനകത്തൊരു റോപ്പ് ഉണ്ടാവുമല്ലോ, ഒരു മെറ്റൽ റോപ്പ് ഉണ്ടാവും, അത് പൊട്ടി. നോക്ക്, അപ്പോൾ എൻ്റെ പയ്യൻ ഇപ്പോൾ താഴേക്ക് വരികയാണ്. 100ാമത്തെ നിലയുടെ മണ്ടയിൽ നിന്നപ്പോഴത്തേക്കാണ് ഇത് പൊട്ടിയത്. അടിപൊളി ആയിരിക്കൂലേ? അപ്പോൾ എൻ്റെ പയ്യൻ താഴേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയാം. നിങ്ങൾ പറയൂ. താഴേക്കാണ് അവൻ്റെ ആക്സലേഷൻ ആണല്ലോ. ഇപ്പോൾ താഴേക്കാണ് ആക്സലേഷൻ എങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോരെ? അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു പറയൂ എം ഇൻറ്റു ജി മൈനസ് എ എന്നാണ്. ഓക്കെ. ഇനി താഴേക്ക് വരുന്ന സാധനത്തിന്റെ ആക്സലേഷൻ എന്താണെന്ന് 1ാം ക്ലാസ്സിലെ പഠിച്ചതാണ്. താഴേക്ക് വരുന്ന സാധനത്തിന്റെ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ എക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്ക് പകരം ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എൻ ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് ജി എന്നാവും. അപ്പോൾ ആൻസർ എൻ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ എൻ്റെ സജിത്ത് അവിടെ നിൽക്കുകയാണ്. എൻ എന്ന് പറഞ്ഞാൽ അവന് ഫീൽ ചെയ്യുന്നത്, അവന് ഫീൽ ചെയ്യുന്നു 0. ഹി ഫീൽസ് നോ വെയിറ്റ് അറ്റ് ഓൾ. അപ്പോൾ അതിൻ്റെ റോപ്പ് പൊട്ടിയാൽ എൻ്റെ സജിത്തിന് എന്ത് ഫീൽ ചെയ്യും? വെയിറ്റേ ഫീൽ ചെയ്യില്ല. അപ്പം 100ാമത്തെ നിലയിൽ നിന്ന് എൻ്റെ പയ്യനും ലിഫ്റ്റും കൂടെ താഴേക്ക് വരുന്നു, അവന് വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അടിപൊളി. നോക്കൂ, അപ്പോൾ ഹി ഫീൽസ് നോ വെയിറ്റ് അറ്റ് ഓൾ. ഇനി അവൻ എങ്ങോട്ടേക്ക് പോവുകയായി? ഭാരമില്ലായ്മയുടെ ലോകത്തേക്ക് യാത്രയായി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് ഒന്നും പൊട്ടാതിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ലിഫ്റ്റിൽ നിന്നും വലിഞ്ഞ് കയറുമ്പോഴത്തേക്ക് ഇതൊക്കെ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ഡേഞ്ചർ ഉണ്ടോ? ഉണ്ട്. അതിന് പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളേ ഉള്ളൂ. നമുക്കിപ്പോൾ ലിഫ്റ്റ് പൊട്ടുമെന്ന് പറഞ്ഞ് ഒരു ലിഫ്റ്റിൽ പോയി കയറാതിരിക്കാൻ പറ്റുമോ? കയറിയേ പറ്റുമോ? ചില 100ാമത്തെ ബിൽഡിങ്ങിൻ്റെ 100ാമത്തെ നിലയിൽ പോകണം. നമുക്ക് ലിഫ്റ്റ് കയറാതിരിക്കാൻ പറ്റുമോ? ലിഫ്റ്റ് ചിലപ്പോൾ കയറ് പൊട്ടിയിരിക്കണം, നമ്മളങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ തലവിധിയാണ്. ഇപ്പോൾ എല്ലാം ദൈവത്തിനെയൊക്കെ വിളിച്ച് നടന്നാൽ വളരെ നല്ലതായിരിക്കും. സൊല്യൂഷൻ. ഇപ്പോൾ എത്ര കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു? 4 കേസ് എക്സ്പ്ലെയിൻ ചെയ്തു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ അപ്പോൾ ഇത് എഴുതി വെച്ചാൽ എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും. ചുമ്മാതെ എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഞാനിവിടെ തറയിൽ നിൽക്കുമ്പോൾ എൻ്റെ വെയിറ്റ് എത്രയാണ്? എം ജി. എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ട്. സംശയമില്ല. തറയിൽ നിന്ന് തിരിച്ച് എൻ്റെ കാലിൽ എന്ത് കിട്ടും? നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ്. അതിനെന്തെന്ന് റെപ്രസെൻറ്റ് ചെയ്യും? എൻ. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡെഫിനറ്റ്ലി യെസ്. ഇനി അത് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സുഖമില്ലായ്മ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് കൊടുക്കുന്ന വെയിറ്റ് കുറയും. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള നോർമൽ ഫോഴ്സേ കാലിൽ കിട്ടൂ. അപ്പോൾ നമുക്കൊരു സുഖമില്ലായ്മ ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ ഓൺ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ എത്ര കേസാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്? 4 കേസാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യത്തത് ലിഫ്റ്റ് റെസ്റ്റിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മേലോട്ടോ താഴോട്ടോ പോകുന്ന കേസാണ് പറഞ്ഞത്. രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തത് ഒരു ആക്സലറേഷനോടെ മേലോട്ട് പോകുന്ന കേസാണ് പറഞ്ഞത്. അടുത്ത ഒരു ആക്സലറേഷനോടെ താഴോട്ട് വരുന്ന കേസാണ് പറഞ്ഞത്. ലാസ്റ്റിൽ റോപ്പ് ബ്രേക്ക് ചെയ്യുന്ന കേസാണ്. അപ്പോൾ എത്ര കേസായി? 4. ആദ്യത്തെ പറയൂ. ആദ്യത്തെ റെസ്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മേലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് പറ. ആക്സലറേഷനോടെ മേലോട്ട് പോകുന്നു. അടുത്തെന്താണ്? ആക്സലറേഷനോടെ താഴോട്ട് പോകുന്നു. അടുത്തെന്താണ്? റോപ്പ് ബ്രേക്ക് ആവുന്നു. ഇത്രയാണ് നമുക്കുള്ള കേസുകൾ. അപ്പം 4 കേസുകളും ഓർത്ത് വെച്ചോണം. ഇനി നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അയാളുടെ വെയിറ്റ് അങ്ങോട്ടാ? താഴോട്ട്. എത്ര? എം ജി. തിരിച്ചു കിട്ടുന്ന എന്താണ്? എൻ. ഓക്കെ. ഇനി ഇവിടെ റെസ്റ്റിലായിരിക്കുമ്പോഴത്തേക്ക് എന്താണ്? നെറ്റ് ആക്സലേഷൻ 0 ആണ്. ഓക്കെ. ആക്സലേഷൻ 0 എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പം മേലോട്ടുള്ള ഫോഴ്സും താഴോട്ടുള്ള ഫോഴ്സും ബാലൻസ് ചെയ്യും.
അതാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസിൽ ലിഫ്റ്റ് മേലോട്ട് പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മേലോട്ട് പോകുമ്പോൾ ആക്സലേഷൻ മേലോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ആക്സലേഷൻ മേലോട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് മേലോട്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സുകളുണ്ട്, mg താഴോട്ടും n മേലോട്ടും. അപ്പോൾ അവിടുത്തെ വലിയ ഫോഴ്സ് ഏതായിട്ട് എടുക്കും? എന്നിനെ വലുതായിട്ട് എടുക്കും. അപ്പം നെറ്റ് ഫോഴ്സ് കാണാൻ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യും. ഇനി അടുത്തെന്താണ്? താഴേക്ക് പോകുമ്പോഴത്തേക്ക് ആക്സലേഷനോടെ താഴേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് താഴോട്ടാണ്. അപ്പോൾ വലിയ ഫോഴ്സ് താഴോട്ടുള്ളതും ചെറിയ ഫോഴ്സ് മേലോട്ടുള്ളതും. അപ്പോൾ നെറ്റ് ഫോഴ്സ് കാണാൻ വലുതേ മൈനസ് ചെറുത് പറ. അപ്പോൾ mg മൈനസ് n എന്ന് എടുക്കേണ്ടി വരും അല്ലേ. ഇനി അടുത്ത റോപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ആൾ എന്തായിട്ട് മാറും? ഫ്രീലി ഫോളിംഗ് ബോഡി ആയിട്ട് മാറും. അപ്പോൾ അയാളുടെ എ എന്ന് പറയുന്നത് എന്താണ്? g ആണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ നിന്ന നമ്മുടെ സജിത്ത് ഒരു സൈത്തിന് വെയിറ്റ് കൂടുന്നതായിട്ടും വെയിറ്റ് കുറയുന്നതായിട്ടും ഒക്കെ തോന്നിയെന്നൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അത് സത്യമായിരിക്കുമോ? വെയിറ്റ് കൂടുകയും കുറയൊക്കെ ചെയ്യോ? നമുക്ക് അങ്ങനെ അറിയാം. നമുക്കൊരു വെയിങ് മെഷീൻ അതിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കയറുന്ന കാര്യങ്ങൾ മനസ്സിലാവില്ലേ? അപ്പോൾ തറയിൽ അല്ലെങ്കിൽ ഒരു ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കുനിഞ്ഞു നോക്കിയാലും പോരെ. അപ്പോൾ അതാ വെയിങ് മെഷീൻ്റെ മണ്ടയിലാണ് എൻ്റെ സജിത്ത് കയറി നിൽക്കുന്നത്. നോക്കൂ, അവൻ്റെ വെയിറ്റ് എത്രയെന്ന് തറയിൽ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പയ്യനെ കയറ്റിയത്. അപ്പോൾ അവൻ്റെ വെയിറ്റ് 60 കിലോ. ഓക്കെ, അപ്പോൾ എൻ്റെ പയ്യൻ ലിഫ്റ്റിൻ്റെ അകത്ത് കയറി. ലിഫ്റ്റ് നിർത്തിയിട്ടിട്ട് നോക്കിയാൽ വെയിങ് മെഷീനിൽ നോക്കിയാൽ എത്ര തന്നെ കാണും? 60 കിലോഗ്രാം വെയിറ്റ് തന്നെ കാണിക്കും. ഇനി ലിഫ്റ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മേലോട്ടോ താഴോട്ടോ പോയാലും എത്ര തന്നെ കാണിക്കും? 60 തന്നെ കാണിക്കും. ഇനി ലിഫ്റ്റ് മേലോട്ട് പോയാണെങ്കിലോ ഒരു ആക്സലേഷനിൽ വെലോസിറ്റി കൂടി പോകുന്ന പരുവത്തിൽ ലിഫ്റ്റ് മേലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ്റെ വെയിറ്റ് കൂടുന്നത് കാണാം, നിങ്ങൾക്ക് റീഡിങ് കൂടുന്ന കാണാം. മനസ്സിലായില്ലേ? ഇനി അടുത്തെന്താണ്? ലിഫ്റ്റ് താഴേക്ക് വരുന്ന സമയത്ത് വെലോസിറ്റി കൂടിയാണ് വരുന്നത്. അപ്പോൾ ആക്സലേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, വെയിറ്റ് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, റീഡിങ് കുറയുന്നത് കാണാൻ പറ്റും. ഇനി കയറ് പൊട്ടാണെങ്കിൽ നിങ്ങൾ 0 റീഡിങ് കാണിക്കുന്നത് ഓർത്തോണം, ദൈവരാജ്യം അടുക്കാറായി എന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 0 കാണിച്ചാൽ നോക്ക് ഡെഡ് ലൈനാണ്. മനസ്സിലായില്ലേ? ലിഫ്റ്റ് പൊളിച്ച് വെടിച്ചാടാനൊന്നും പറ്റില്ല, അടിപൊളിയായിരിക്കും. നോക്കൂ, അപ്പോൾ അങ്ങനെ വരുമോ? അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ലിഫ്റ്റ് ഒന്നും പൊട്ടണ്ട, കയറൊന്നും പൊട്ടണ്ട. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ധാരണയായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഫുൾ കേസുകളും ഒറ്റ പ്രാവശ്യമേ പറയൂ. നിങ്ങൾ ഇങ്ങോട്ട് എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രം ഞാൻ പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എങ്ങനെ ചോദിക്കും? എക്സ്പ്ലെയിൻ ദ മോഷൻ ഓഫ് എ ലിഫ്റ്റ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ മോഷൻ ഓഫ് എ പേഴ്സൺ ഇൻസൈഡ് എ ലിഫ്റ്റ് എന്നായിരിക്കും. അപ്പോൾ ഹെഡിങ് ഒക്കെ എഴുതി വയ്ക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് നമ്മൾ എന്ത് എഴുതും? സി വാട്ട് ഈസ് ദ ഫസ്റ്റ് സബ് ഹെഡിങ്? സി ലിഫ്റ്റ് അറ്റ് റെസ്റ്റ്, or moving, പറയൂ, up or down, moving up or down with constant velocity എന്ന് ഹെഡിങ് എഴുതുന്നു. ഓക്കെ, then see lift is at rest, so what is acceleration? 0. Then lift is moving up or down with a constant velocity, what is acceleration? 0. Then if acceleration is 0, then what is the equation to calculate force? Force is equal to ma. Okay, here F is net force, so F is net force. So this is the equation to calculate force. Here acceleration is 0, so what is the answer of net force? Net force is 0. So in this situation net force is 0. Then you consider ഒരു പടമൊക്കെ വരച്ച് ചോദിക്കണം കേട്ടോ. So you consider a person, ഇങ്ങനെയൊക്കെ മതി നോക്കൂ. So you consider a person standing inside a lift. The weight of the person is mg downwards. Correct ആയിട്ട് എഴുതണം. Then normal force will be acting upwards. So it is n. Here see net force is 0. So upward and downward forces balance each other. So we write n equal to mg. So n equal to mg എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ അടുത്ത സെന്റൻസ് എന്ത് എഴുതും? The person feels his own weight. Person feels his own weight. The person feels his own weight. Okay, അയാൾക്ക് അയാളുടെ സ്വന്തം വെയിറ്റ് ഫീൽ ചെയ്യും. ഫസ്റ്റ് കേസിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. Then അടുത്ത സബ് ഹെഡിങ് പറയൂ. What is the second case? Say case 1, case 2. What is the second case? Lift moving up with an acceleration. പറയൂ. Lift moving up. Lift moving up with the acceleration A. With the acceleration A. Okay. So acceleration is upwards. So net force is upwards. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. So here
net force is upwards. Net force is upwards. Okay, here how many forces are there? N and mg, N and mg. Okay, here say net force should be upwards, so upward must be greater than downward. Common sense. So what is a net force? Net force is equal to upward force minus downward force. Say N minus mg. No problem. Then what is the next? F equal to ma. Appa ma equal to N minus mg. Then what is N? Parayu. What is N? ma plus mg. ബുദ്ധിമുട്ടുണ്ടായോ? അപ്പോൾ അല്ലെങ്കിൽ N equal to mg plus ma. Any problem? Or N equal to m common balance g plus a. Any problem? See, എന്നിട്ട് നമ്മൾ എഴുതേണ്ട സെന്റൻസ് എന്താണ്? The person feels his weight plus ma additional. Okay, so the person feels increase of weight. The person feels increase of weight. അയാൾക്ക് എന്ത് ഫീൽ ചെയ്യുമെന്ന്? ഇൻക്രീസ് ഓഫ് വെയിറ്റ് ഫീൽ ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സിമ്പിൾ അല്ലേ? ദെൻ അടുത്തത് തേർഡ് കേസ്. What is the third case? Lift moving. പറയൂ. Lift moving down. Lift moving down with acceleration a. So lift moving down with acceleration a. മീനാക്ഷിയൊക്കെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുന്നേ. നോക്കൂ. അപ്പോൾ ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആക്സലറേഷൻ a. So പറയൂ. Here moving down. Net acceleration is downwards. Net acceleration is downwards. So net force should be downwards. Net force is downwards. ബുദ്ധിമുട്ടില്ല. So net force downwards. So downward should be greater. ശരിയല്ലേ? So how many forces here? Two forces. What are they? N and mg. ഇതിനകത്ത് ഏതാ വലുത്? mg ആണ് വലുത്. നല്ല ഡൗൺവേർഡ് ഫോഴ്സ് വരൂ. അപ്പോൾ mg greater than n എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. So what is the net force? പറയൂ. ബിഗർ ഫോഴ്സ് മൈനസ് സ്മോളർ ഫോഴ്സ്. ഇതിനകത്ത് ഏതായിരിക്കണം? ബിഗർ. mg വലുതും n ചെറുതുമായിരിക്കണം. പറയൂ. അപ്പോൾ mg മൈനസ് എന്തെന്ന് എഴുതാം? n എന്ന് എഴുതാം. ബുദ്ധിമുട്ടില്ലല്ലോ. ദെൻ അടുത്തെന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ ma. അപ്പോൾ ma ഈക്വൽ ടു mg മൈനസ് n. അടുത്ത മൈനസ് n എടുത്ത് പുറത്ത് വയ്ക്കൂ. n ഈക്വൽ ടു mg. അടുത്ത mg മൈനസ് ma. ഓക്കെ, അപ്പോൾ n ഈസ് ഈക്വൽ ടു പറയൂ m ഇൻറ്റു g മൈനസ് a എന്ന് എഴുതാം അല്ലേ? സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? See, the person feels mg minus ma. അപ്പോൾ the person feels his weight has decreased by an amount ma. So person feels പറയൂ. Person feels decrease of weight. Decrease of weight. അയാളുടെ വെയിറ്റ് കുറഞ്ഞതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി അടുത്ത ലാസ്റ്റ് കേസ് ഏതാണ്? റോപ്പ് ബ്രേക്സ്. അപ്പോൾ ഫോർത്ത് കേസ് റോപ്പ് ബ്രേക്സ്. പറയൂ. റോപ്പ് ബ്രേക്സ്. ഓക്കെ, റോപ്പ് ബ്രേക്സ്. നിങ്ങൾ പറയൂ. when the rope breaks, your lift and the person both come down. Okay, so your person and both person and lift become freely falling body. So what will be the acceleration? Acceleration will be acceleration due to gravity. So moving down, so net acceleration downwards. So which equation will you use? This equation. So we can write this equation. N equal to m into g minus a. Here you put a as g. So n equal to say m into g minus g. So what is your answer? N equal to 0. So the person feels no weight at all. Person feels no weight at all. Person feels no weight at all. Okay, ആളിന് എന്ത് ഫീൽ ചെയ്യില്ല? വെയിറ്റേ ഫീൽ ചെയ്യില്ല. ഇതിനകത്ത് എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് തോന്നിയത്? നല്ല അടിപൊളി ക്വസ്റ്റൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഫ്രം ദ ബിഗിനിങ്. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ മോഷൻ ഓഫ് എ പേഴ്സൺ ഇൻസൈഡ് എ ലിഫ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? കൺസിഡർ. ആദ്യം കഥകളെല്ലാം പറയും. ആദ്യം പടമൊക്കെ വരച്ച് നല്ല ആഡംബരമൊക്കെ ആക്കുക. സി പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് മീനാക്ഷിയെ നിർത്താം. ഓക്കെ, മീനാക്ഷിയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കട്ടെ. മീനാക്ഷിയാണ്. കമ്മലൊക്കെ കണ്ടോ? നോക്കൂ, മീനാക്ഷിയാണ്. കണ്ടോ? അപ്പോൾ മീനാക്ഷി നോക്കൂ. മീനാക്ഷി മതി. നോക്കൂ, ഫ്രോക്കൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പം മീനാക്ഷി ഫ്രോക്കൊക്കെ ഇട്ട് മോഡേൺ ഗേളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മീനാക്ഷി ഇതാ അവിടെ നിൽക്കുന്നു. കണ്ടോ?
So consider a person inside a lift. Weight of the person is mg downwards. എഴുതാൻ ബ്രാക്കറ്റിൽ എഴുതാൻ മറക്കരുത്. Then normal force will be upwards n. Okay. Then അടുത്ത case 1 എന്ന് heading എഴുതണം. What is the first case? Lift at a rest or moving up or down with constant velocity. ഈ കഥയൊക്കെ പറയുക. എന്നിട്ട് എന്താണ് എഴുതേണ്ടത്? See, in all cases, what is acceleration? 0. Acceleration 0. So what is the net force? Net force is ma. Am I right? Here a is 0. So what is the answer of net force? Net force is 0. Am I right? So net force in this case is 0. How many forces can you find here? 2. What are they? N and mg. Net force 0 means upward and downward are equal. So in this situation you can write n equal to mg. So you can write n equal to mg. Then what is the next sentence? The person feels his own weight. മീനാക്ഷി ആണെങ്കിൽ her own weight. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തിൽ എഴുതേണ്ടത്. ഇനി അടുത്ത രണ്ടാമത്തെ കേസ് എന്ത് പറയും? Lift moving up with an acceleration. Okay, lift moves with an acceleration upwards. So lift is getting an acceleration upwards. So net force should be upwards. I shall write it. So net force should be upwards. Here you can find two forces. Net force upwards means upward force greater. So net force is equal to bigger force minus smaller force. So n minus mg. Is it clear? Then what is F? ma. So ma equal to n minus mg. Okay. Then what is n? N is equal to ma ഇവിടെ ഉണ്ട്. This minus mg comes here plus mg. So n equal to mg plus ma. No problem. Then n is equal to, say, m common, balance inside, g plus a. So the person feels his weight plus what additional? ma additional. So the person feels increase of weight. ഇത് ഒരു സെന്റൻസ് എന്തെറ്റിക്കരുത്. The person feels increase of weight എന്ന് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് എഴുതി വയ്ക്കണം. ഓക്കെ, എഴുതി അണ്ടർലൈൻ ചെയ്ത. Then what is the third case? Lift is moving down. So lift moving downwards with the acceleration a. So with acceleration a. Then what is the case? See, how many forces? Two forces. Lift has net acceleration downwards. So net force downwards. No problem. For the net force to be downward must be greater. So how will you calculate the net force? Net force is equal to downward minus upward. Is it clear? Then what is F? mg. So ma. So F is equal to ma equal to mg minus n. This minus n taken to the left side. So n equal to mg minus ma. Then n equal to m into g minus a. Is it clear? So the person feels his weight minus ma. So the person feels that his weight has decreased. So person feels decrease of weight. എഴുതാൻ മറക്കരുത്. Then what is the last case? Fourth case, the rope breaks. Okay, when the rope breaks, both the person and the lift become freely falling bodies. So what will be the acceleration? Acceleration will be acceleration due to gravity. The motion will be downwards. So net acceleration downwards. So which equation will you write? This equation. So you can write n equal to m into g minus a. Then here a is g. So n equal to m into g minus g. So what is your answer? N equal to 0. N equal to 0 means the person feels no weight at all. So no weight at all. Okay, the person feels no weight at all. അടിപൊളിയല്ലേ? അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വരച്ച ഒരു ഡയഗ്രം വരച്ചല്ലോ. ഇങ്ങനെയുള്ള ഡയഗ്രങ്ങളെ നമ്മൾ പറയുന്ന ജനറൽ പേരാണ് ഫ്രീ ബോഡി ഡയഗ്രംസ്. എന്താണ് പറയുക? ഫ്രീ ബോഡി ഡയഗ്രംസ് എന്നാണ് പറയുക. ഓക്കെ, FBD എന്നൊക്കെ എഴുതും. എന്താണ് എഴുതുക? FBD ഫ്രീ ബോഡി ഡയഗ്രം എന്നാണ്. ആ ഫോഴ്സുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഡയഗ്രത്തിനെ പറയുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രം. ഓക്കെ, ഓർത്ത് നമ്മൾ ഷോർട്ട് ഫോമിൽ FBD എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യും. പേടിച്ചോ?
മേടിക്കാൻ വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? പല കീടിലെ ക്വസ്റ്റനാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റനിലേക്ക് പോകൂടെ? അല്ല കീടിലെ സ്ഥാനത്തിലേക്ക് പോകുമ്പോഴാണ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ.